അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് കോഴിയും പിടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അരിപ്പൊടി വാട്ടിയെടുക്കണം. ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ വാട്ടിയെടുക്കണം. ഇത്തിരിക്ക് വാട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വാട്ടിയെടുക്കുക ചെയ്യുക. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ അത് നല്ല ചാമ്പി അതിനെ ഒരു പരുവത്തിലാക്കണം. നമ്മൾ ഇനി അത് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ള തുണിയിലേക്ക് കൊട്ടുക, വൃത്തിയുള്ളൊരു തുണിയിലേക്ക് കൊട്ടുക. എന്നിട്ടൊന്ന് ഒതുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളൂല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ തുണിയിൽ ഇട്ടിട്ട് ഒതുക്കിയെടുക്കുന്നത്. മുണ്ട് അങ്ങനെ വിരിച്ചിട്ട് അതിലേക്ക് കൊട്ടിയിട്ട് 4 മൂലയും പിടിച്ചിട്ട് നന്നായി ഒതുക്കിയെടുക്കുക. ഈ പൊള്ളുന്നത് തന്നെ ഇതിലെടുത്ത് പിന്നെ ഒരു കയ്യിലൊക്കെ വൃത്തികേടായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് ചാമ്പുകയാണെങ്കിൽ നല്ല വൃത്തിയോടുകൂടി കിട്ടും. പിടി ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഇത് വെന്തിട്ടുണ്ട്, ഇനി പിടി വെന്തിട്ടുണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. എണ്ണ ഒഴിക്കാം. സത്തു എന്താ ഇടണ്ടിയത് ചട്ടിയിലേക്ക് എന്താ ഇടണ്ടി? നമുക്ക് ഇതിടാട്ടാ, സവോള ഇടാട്ടാ. വലിയ ചട്ടി വെച്ചിരിക്കുന്നതാണ്, എന്നാലാണ് ആയാസത്തിൽ ഇളക്കാൻ പറ്റുള്ളതാണ് ഇത് വെക്കുന്നത്. പിടിയല്ലേ ചിലപ്പോൾ ഒട്ടി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണിത് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഉപ്പിടാം. അത് നന്നായിട്ട് വേകട്ടെ. ഉള്ളി നന്നായി വേകട്ടെ. ഉപ്പിട്ടിട്ട് നല്ല ഇളക്കിയിട്ട് കൂട്ടി വെക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റവ് സിമ്മിലൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇളക്കി കൊടുക്കുക. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയത് നന്നായി മൊരിഞ്ഞ് വരട്ടെ. നമുക്ക് ചിക്കൻ കറി, സാധാ ചിക്കൻ കറി വെക്കണ പോലെ തന്നെ നന്നായി മൊരിഞ്ഞിട്ട് മണം തരണം. കരിയാനും പാടില്ല. നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ഉപ്പ് ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ ഇറച്ചിക്കറിക്ക് ഇടുന്നതിനെക്കാട്ടും കുറച്ച് മസാല കൂടുതലിടണം. അപ്പോഴാണ് നമുക്ക് ഇത് പിടിയൊക്കെ പിടിക്കുമ്പോൾ പിടിയിലൊക്കെ ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കുമ്പോൾ കറക്റ്റായി വരുള്ളൂ ചിക്കനിലേക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടിടുക. ഇതിൽ കറിവേപ്പില വേണമെന്നില്ല. അത് കുട്ടി കഴിക്കുമ്പോഴേ തൊണ്ടയിലൊക്കെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് ശരിയാവില്ല. എനിക്ക് വേണ്ടിയവരിട്ടോളെ. ഞങ്ങളിടുമ്പോൾ ഇടുമ്പില്ലേ, കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ കഴിക്കണല്ലേ, അവർക്ക് ശരിയാവില്ല. അധികം എരിവും വേണ്ട, ഒരുപാട് എരിവ് വേണ്ട. കാശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ നന്നായിരിക്കുമോ? കാശ്മീരി ചില്ലി ഇടുമ്പോൾ നന്നായിരിക്കുമോ? ആക്കുമോ? കഴിക്കുമോ? നീ പിടി കഴിക്കുമോ? കഴിച്ച് ഉണ്ടാക്കിയിട്ട് തരാട്ടാ. ഉണ്ടാക്കിയിട്ട് തരാട്ടാ. ഒന്ന് ചിരിക്ക്. വീഡിയോ എടുക്കണേ. ചിരിക്കില്ല? ചിരിക്കടി. നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം കേട്ടോ. മസാല കറക്റ്റായി കൂട്ടി വെക്കുക. ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് കറക്റ്റാക്കി കൂട്ടി വെക്കുക. എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ചിക്കൻ മുങ്ങിക്കിടക്കണ പോലെ വെള്ളം ഒഴിക്കണം. കാരണം ഇത് നമ്മൾ പിടിയൊക്കെ ഇടുമ്പോൾ അതിൽ ചാറിൽ മുങ്ങിക്കിടക്കണ പോലെ വേണം. തേങ്ങ കൂട്ടും ഇതിൽ. പെരിഞ്ചീരം ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കൂട്ടും. അപ്പോൾ അത് കട്ടിയാവുകയും ചെയ്യും. നമുക്കത് ചിക്കൻ വേകണ വരെ കാത്തിരിക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പിടി ഇട്ട് വേണം. പിടി എങ്ങനെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് ഇതിലേക്ക് ഇടാം. പിടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇളക്കി തുടങ്ങാം. പെരിഞ്ചീരകം ഇട്ടിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് അതിൽ കൊട്ടി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം നന്നായിട്ട് ഒന്ന് തിളച്ചൊന്ന് ചെറുങ്ങനെ ഒന്ന് വറ്റിയ ശേഷം നമുക്ക് ഓഫാക്കാം. കോഴിപ്പിടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.